നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതായത് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം അത് വീണ്ടും ഉണ്ടാകുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ അമേരിക്കയും ഇസ്രായേലും നടത്തി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക വലിയ ഭീഷണി ഇറാനെതിരെ മുഴക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അമേരിക്ക പറഞ്ഞതുകൊണ്ട് വെടിനിർത്തിയതാണ്. ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്നവർ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേലിന് 6000 ടൺ ആയുധങ്ങളും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഇത് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആയുധങ്ങൾ ഇങ്ങനെ സമാഹരിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരികയാണ്. അമേരിക്ക ഇറാനെ തീർക്കും എന്ന് ആവർത്തിക്കുമ്പോൾ പുതിയ ആയുധങ്ങൾ ഞങ്ങൾ പുറത്തെടുത്താൽ ആ ആയുധങ്ങളുടെ പ്രഹരശേഷി കണ്ടാൽ ട്രംപിന് ഹൃദയാഘാതം ഉണ്ടാകും എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതികരണം. എന്തായാലും അമേരിക്കയും ഇസ്രായേലും വാക്പോരുകൾ അവസാനിച്ച് അവർ പ്രവൃത്തിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ തരുമ്പോൾ ഞങ്ങൾ ഒട്ടും പുറകിലല്ല, ഞങ്ങൾ അത് കാത്തിരിക്കുന്നു. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഒരുപക്ഷെ ഞങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഹോർമൂസിലെ ഉപരോധം ഇനിയും വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിയൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഏത് സമയത്തും യുദ്ധമുണ്ടാകും. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഗൾഫിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകും. പ്രത്യേകിച്ച് UAE കൃത്യമായി ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഇറാന്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്, വരാൻ പോകുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുമോ, ഇസ്രായേൽ അതിന് ധൈര്യപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ സമയങ്ങളിൽ അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ തിരിച്ചടി ശക്തമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അമേരിക്കക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ യുദ്ധക്കപ്പൽ അത് അമേരിക്കയിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, പടുകൂറ്റൻ യുദ്ധക്കപ്പൽ, ഈ യുദ്ധക്കപ്പൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ തീപിടുത്തം ഉണ്ടാകുന്നു, ക്രൊയേഷ്യയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. എന്തായാലും ഇവിടെ സാങ്കേതിക തകരാറുകൾ കാരണം അറ്റകുറ്റപ്പണികൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കൊണ്ട് യുദ്ധമുഖത്ത് ഈ കപ്പലിന് തുടരാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. നാണം കെട്ട ഒരു മടക്കം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലിന്റെ ഈ മടക്കത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ കപ്പലിന്റെ മടക്കം എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് അതിന്റെ സത്യം. മറ്റൊന്ന്, ഇവിടെ ഇസ്രായേൽ സൈന്യത്തിന് ലെബനോനിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടിയാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. എന്തായാലും ഇവിടെ ഇസ്രായേലിന് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയിൽ നിന്നും ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. തെക്കൻ ലെബനോനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലെബനോനിൽ നിന്നും അവർ തൊടുക്കുന്ന കുട്ടി ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യത്തിനകത്ത് കനത്ത നാശം വിതച്ചിരിക്കുന്നു. അവരുടെ ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ ടാങ്കുകളും ഒക്കെ തകർത്ത് ഈ ഡ്രോണുകൾ ശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഡ്രോണുകളാണ്. എന്തായാലും ഈ ഡ്രോണുകൾ ശക്തമായ നാശം വിതച്ചതോടുകൂടെ തെക്കൻ ലെബനോനിൽ നിന്ന് സൈന്യത്തോട് പിന്മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ മെർക്കാവ ടാങ്കുകൾക്കുണ്ടായിട്ടുള്ള കേടുപാടുകളുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം തെക്കൻ ലെബനോനിൽ ഉണ്ടാകുന്നു എന്നതാണ് പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണം താങ്ങാൻ ഇവിടെ ഇസ്രായേലിന് കഴിയുന്നില്ല. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്, വരാൻ പോകുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണിത്. അതുപോലെ തന്നെ ഇവിടെ പാകിസ്ഥാൻ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ അമേരിക്കയെ ചതിക്കുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അസിം മുനീറിനെ അമേരിക്കയിൽ കൊണ്ടുപോയി വിരുന്നു കൊടുത്ത് പച്ചപ്പരവതാനിയൊക്കെ വിരിച്ച് സ്വീകരിച്ച വാർത്ത നേരത്തെയൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അമേരിക്ക മധ്യസ്ഥൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ ഇവിടെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 2 ദിവസം മുമ്പ് പുറത്തു വന്ന വാർത്തയാണ്. അതായത് ഇറാനുമായിട്ട് പുതിയ കരാറുകളിൽ പാകിസ്ഥാൻ ഏർപ്പെട്ടിരിക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ്. അതായത് കര നാവിക പാതകൾ ഹോർമൂസിലെ ഉപരോധം മറികടക്കുന്നതിന് വേണ്ടി ഇറാനു വേണ്ടി പാകിസ്ഥാൻ തുറന്നിട്ട് കൊടുത്തു. ഈ വഴികളിലൂടെ ഇറാന്റെ ചരക്കു നീക്കങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നു.
ഈ നീക്കമാണ് ഇറാന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി നൽകിയത്. ഹോർമൂസിലെ ഉപരോധം അത് മറികടക്കാൻ പലപ്പോഴും ഇറാന് കഴിയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സഹായമാണ്. മാത്രമല്ല ഇറാന്റെ നാവികസേന ശക്തമായ നീക്കങ്ങൾ, പ്രതിരോധം അമേരിക്കൻ ഉപരോധത്തിനെതിരെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചിത്രങ്ങൾ, അവരുടെ അകമ്പടി ബോട്ടുകളൊക്കെ, കപ്പലുകൾക്ക് അകമ്പടി പോകുന്ന അവരുടെ കൊതുക് ബോട്ടുകൾ, കൊതുക് പട എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ബോട്ടുകളുടെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനപ്പുറം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി, രൂക്ഷമായ സാഹചര്യം അത് ലഘൂകരിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഇറാനെ സഹായിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അമേരിക്ക ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അമേരിക്ക വിശ്വസിച്ച പാകിസ്ഥാൻ അമേരിക്കയെ ചതിച്ച് ഇറാനുമായി മറ്റു വഴികളിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ഒരു നീക്കം ഇറാന് കുറച്ചൊന്നുമല്ല അവർക്ക് ഒരു തിരിച്ചുവരവ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അവർക്ക് കുറച്ചുകൂടെ ഊർജം പകരാൻ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കരാർ കാരണമായിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇവിടെ അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് അവർ ഒരുമിച്ച് നിന്ന് പല നീക്കങ്ങളും നടത്തുന്നത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ റഷ്യയും ഇന്ത്യയും പരസ്പരം സൈനികരെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാനുമായിട്ട് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നൊരു വാർത്ത തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കരാർ രൂപപ്പെട്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും ഈ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ റഷ്യയുടെ നിലപാട് എന്താണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മോസ്കോയിലേക്ക് നടത്തിയ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ നിലക്കും ഇറാനെ സഹായിക്കും എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. ആ നിലപാട് ഇപ്പോഴും അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റഷ്യയും ഇന്ത്യയും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്, ഒരു കരാർ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും യുദ്ധം പുനരാരംഭിക്കുക എന്നതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ യുദ്ധം പുനരാരംഭിച്ചാൽ വീണ്ടും ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും നീങ്ങുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്ദേശം വെച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കനത്ത തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ഉണ്ടാകും, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാകും. ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ശക്തമായ ആക്രമണം തന്നെയായിരിക്കും അത്. പുതിയ ആയുധം കണ്ടാൽ, അതിന്റെ പ്രഹരശേഷി കണ്ടാൽ ട്രംപിന് ഹൃദയാഘാതം ഉണ്ടാകും എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആക്രമണം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് എടുത്തുചാടി അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഭീഷണി വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഇറാൻ വളരെ കൃത്യമായി പറയുന്നത്. മാത്രമല്ല അമേരിക്ക തുടങ്ങുന്നതിന് മുമ്പേ ഹോർമൂസിലെ ഉപരോധം തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാകും എന്നുകൂടെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്.